കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ദേവീ ശരണം അമ്മേ ദുർഗാ പരമേശ്വര്യേ നമഃ. മഹാലക്ഷ്മീ നമഃ. മഹാസരസ്വത്യേ നമഃ. ത്രിപുരസുന്ദരിയേ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നവമസ്കന്ധം പ്രഥമാധ്യായം ദേവിയുടെ അംശ അവതാരങ്ങളെയാണ് ഇവിടെ പ്രകീർത്തിച്ചുകൊണ്ട് വരുന്നത്. മംഗള ചണ്ഡിയുടെ അവതാരത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് പറയുന്നത്, കോപിച്ചാൽ ക്ഷണത്തിനുള്ളിൽ ഈ വിശ്വത്തെയാകെ സംഹരിക്കാൻ സമർത്ഥയായിട്ടുള്ള ദേവിയുടെ പ്രധാന അംശഭൂതിയാണ് കമലലോചനയായ കാളി. പൂർണ്ണാവതാരമായ ദുർഗയുടെ ലലാടത്തിൽ നിന്ന്, നെറ്റിയിൽ നിന്നാണ് ഇവളുടെ ഉദ്ഭവം. യുദ്ധത്തിൽ ശുംഭനിശുംഭന്മാരെ നിഗ്രഹിച്ചതും കാളിയാണ്. അത് നമ്മൾ ശുംഭനിശുംഭവധം അവലോകനം ചെയ്തപ്പോൾ ദീർഘിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുർഗയുടെ അർദ്ധാംശ സ്വരൂപയായതിനാൽ ഗുണം കൊണ്ടും തേജസ്സുകൊണ്ടും ദുർഗയ്ക്ക് തുല്യയാണ്. കോടി സൂര്യന്മാർക്ക് തുല്യം ഉജ്ജ്വലിക്കുന്ന തേജസ്വരൂപിണിയും സർവശക്തികളും വെച്ച മുഖ്യയും ബലിഷ്ഠയും നല്ല ബലമുള്ളവളും സർവസിദ്ധിപ്രദായിയുമായിട്ടുള്ള ആ ദേവി ശ്രേഷ്ഠയും യോഗസ്വരൂപിണിയും കൃഷ്ണഭക്തയും തേജസ്സുകൊണ്ടും വിക്രമങ്ങൾ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും കൃഷ്ണ തുല്യയും ആണ്. കൃഷ്ണഭാവനയാൽ കൃഷ്ണ വർണ്ണയായി തീർന്ന, അതായത് കറുത്ത നിറമായി തീർന്ന ഇവള് നിത്യയും നിശ്വാസം കൊണ്ട് മാത്രം സർവ ബ്രഹ്മാണ്ടത്തെയും സംഹരിക്കാൻ ശക്തി ഉള്ളവളുമാണ് എന്ന് പറയാണ്. ദൈത്യന്മാരുമായുള്ള യുദ്ധത്തിൽ ലോക രഞ്ജനത്തിനു വേണ്ടി ചെയ്ത ഒരു ക്രീഡ മാത്രമാണ് കാളിയുടെ സംഹാര ലീലകൾ. സംപൂജിതയായ അവൾക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നൽകാൻ കഴിയുന്നവളാണ്. ബ്രഹ്മാദിദേവന്മാരും മുനിമാരും മനുക്കളും മനുഷ്യരും ഈ ദേവിയെ സ്തുതിക്കണു. മൂലപ്രകൃതിയുടെ പ്രധാന അംശഭൂതമായിട്ടുള്ള മറ്റൊരു ദേവിയെയാണ് ഇനി പറയുന്നത്. ആ ദേവിയാണ് ഭൂമിദേവി. സകല ജീവജാലങ്ങൾക്കും ആധാരഭൂതയാണ്. സർവസസ്യ സമ്പൂർണമായിട്ടുള്ള ഭൂമിദേവി രത്നാകരയും രത്നഗർഭയും സർവരത്നാകരങ്ങൾക്കും ആശ്രയഭൂതയുമാണ്. സകല രാജാക്കന്മാർക്കും പ്രജകൾക്കും അവളെ സദാ വന്ദിക്കുകയും പൂജിക്കുകയും ചെയ്യണം. സർവർക്കും ഉപജീവ്യയായിട്ടുള്ള ഭൂമിദേവി സർവസമ്പത്തും നൽകുന്നു. ആരില്ലെങ്കിലാണോ ഈ ചരാചരാത്മകമായിട്ടുള്ള സർവ്വജഗത്തും നിരാധാരമാകുന്നത്, ആ പ്രകൃതിയുടെ കലാംശയമായി ജനിച്ചവര് ആരെല്ലാമാണ് എന്നിതാ ഇനി ഞാൻ അങ്ങയ്ക്ക് പറയാം, കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് അംശാവതാരത്തിന് ശേഷം ദേവിയുടെ കലാംശമായിട്ട് ജനിച്ചവരാരൊക്കെയാണ് എന്നാണ് ഇനി ഇവിടെ നാരായണ ഋഷി പറഞ്ഞു പോകുന്നത്. യസ്യ യസ്യ ചയാ പത്നി തൽ സർവം വർണ്ണയാമി ധേ സ്വാഹാ ദേവി വന്യപത്നി പ്രതിവിശ്വേഷു പൂജിത. ആരുടെയെല്ലാം പത്നിമാരാണ് എന്നും ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് പറയുന്നത് അഗ്നിയുടെ പത്നിയാണ് സ്വാഹാദേവി. അപ്പോൾ ഇനി പറയുന്നതൊക്കെ ദേവിയുടെ കലാംശമായിട്ട് അവതരിച്ച മറ്റു ദേവികളെക്കുറിച്ചാണ് പറയണത്. അതിലാദ്യം അഗ്നിയുടെ പത്നിയായിട്ടുള്ള സ്വാഹാദേവി. ലോകം മുഴുവനും ആ സ്വാഹാദേവിയെ പൂജിക്കുന്നുണ്ട്. ആ ദേവി ഇല്ലെങ്കിൽ ദാനം ചെയ്യുന്ന ഹവിസ് ഗ്രഹിക്കാൻ ദേവന്മാർക്ക് ശക്തി ഉണ്ടാവില്ല. ദക്ഷിണ എന്നുകൂടി പേരുള്ള ദീക്ഷയാണ് യജ്ഞൻ്റെ പത്നി. അവളും ഇതേമാതിരി തന്നെ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളാണ്. അവളെ കൂടാതെ ലോകത്തിൽ ചെയ്യുന്ന സകല കർമ്മങ്ങളും നിഷ്ഫലങ്ങളാണ്. അല്ലേ, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും എന്താ കൊടുക്കുന്നത്? ദക്ഷിണ കൊടുക്കണം, അല്ലേ? ഇവിടെ ദക്ഷിണ എത്ര കൊടുക്കണമെന്ന് പറയാനില്ല, അതൊക്കെ ഇന്നത്തെ സമ്പ്രദായമാണ്. പക്ഷേ എന്തൊരു കർമ്മം ചെയ്താലും ഒരു ദക്ഷിണ,
അതിപ്പോൾ വിദ്യ അഭ്യസിക്കുകയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഒരു ദക്ഷിണ നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മൾ വിദ്യ അഭ്യസിക്കാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ആചാര സൃഷ്ടങ്ങളിൽ ഗുരുദക്ഷിണ എല്ലാ കർമ്മങ്ങളും ചെയ്താലേ കൊടുക്കുന്നുണ്ട്. ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കണു. അതേമാതിരി തന്നെ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു പ്രത്യേക ദിവസം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഗുരുദിനം. ആ ദിവസത്തിലെല്ലാവരും ഗുരുദക്ഷിണ സമർപ്പിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം നേടണം. വീട്ടിൽ എന്ത് കർമ്മങ്ങൾ ചെയ്താലും, ഒരു പൂജയായാലും യജ്ഞമായാലും ഹോമമായാലും എന്തൊക്കെ തന്നെ ആയാലും ഒരു ദക്ഷിണ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദക്ഷിണ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇത് ദീക്ഷ എന്നാണ് പേര്. അതിൽ നിന്നാണ് ദക്ഷിണ എന്ന് വന്നത്. യജ്ഞൻ്റെ പത്നിയാണ് അവൾ. അപ്പോൾ ആ ദക്ഷിണ കൊടുക്കാതെ കണ്ട ഒരു കർമ്മങ്ങളും ഫലപ്രദമാകുന്നില്ല എന്നവിടെ പറഞ്ഞു. പിന്നെ അടുത്തതായിട്ടുള്ള കലാവതാരം പറയുമ്പോഴാണ് പിതൃക്കളുടെ പത്നിയായ സ്വധ എന്ന് പറയണത്. മനുഷ്യര് എല്ലാവരും അവളെ പൂജിക്കുന്നുണ്ട്. സ്വധ, സ്വാഹ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് ഇവരെ? ആരുടെ കുട്ടികളാണ് ഇവരെ? ഇതൊക്കെ ഭാഗവത മഹാപുരാണത്തിലും ദീർഘമായിട്ട് പറയണു. അവിടെ പറയണത് ദക്ഷ ചരിതം പറയുന്ന സമയത്ത് അവിടെ പറയുന്നതാണ്, പ്രസൂതിക്കും ദക്ഷനും ജനിച്ച 16 പുത്രിമാരിൽ അവരുടെ പേരുകളൊക്കെ പറയുന്ന സമയത്ത് പറയുന്നതാണ് സ്വധ എന്നുള്ളതൊക്കെ. സ്വാഹയെ അഗ്നിക്കും സ്വധയെ പിതൃക്കൾക്കും വിവാഹം കഴിച്ചു കൊടുത്തു. 16ാമത്തെ പുത്രിയായിരുന്നു സതീദേവി. മറ്റ് 13 പുത്രിമാരെ, ആദ്യത്തെ 13 പുത്രിമാരെ മൂർത്തിക്കാണ്, യജ്ഞമൂർത്തിക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭോചിതമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിതൃക്കളുടെ പത്നിയാണ് സ്വധ. അതുകൊണ്ടാണ് നമ്മൾ അഗ്നിയിലേക്ക് എന്തെങ്കിലും സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ അഗ്നിയുടെ പത്നിയായ സ്വാഹയെ പറയണത്. ഇന്ദ്രായ സ്വാഹ, വായവേ സ്വാഹ, വരുണായ സ്വാഹ, പശുപതൈഹേ സ്വാഹ, അഗ്നൈഹേ സ്വാഹ, അല്ലേ? അവിടെ സ്വാഹയാണ് നമ്മളെ കൂടെ ചേർത്തി അവിടെ പറയുന്നത്. ഇനി പിതൃക്കൾക്ക് തർപ്പണാദികളൊക്കെ നമ്മളെ എള്ളും മരിയൊക്കെ എടുത്തിട്ട് നമ്മൾ തർപ്പണം മുതലായിട്ടുള്ള ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വധയാണ്. പിതൃൻ സ്വധാ തർപ്പയാമി, മാതൃൻ സ്വധാ തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഇതും പറഞ്ഞ് പോകുന്ന സമയത്ത് സ്വധാ തർപ്പയാമി എന്ന് പറയും. സ്വധ. അപ്പോൾ ഈ സ്വധ പിതൃക്കളുടെ പത്നിയാണ് എന്നവിടെ പറഞ്ഞു. അവളെ പൂജിക്കുന്നുണ്ട്. ഈ സ്വധയെ കൂടാതെ കണ്ട് ചെയ്യുന്ന പിതൃദാനം നിഷ്ഫലമാണ് എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നെ അടുത്തത് സ്വസ്തി ദേവിയാണ്. സ്വസ്തി ദേവി വായുവിൻ്റെ പത്നിയാണ് എന്ന് പറയാണ്. ആ സ്വസ്തി ദേവി വിശ്വമെങ്ങും പൂജിക്കപ്പെടുന്നു. അവളെ കൂടാതെ ചെയ്യുന്ന ദാനവും പ്രതിഗ്രഹവും നിഷ്പ്രയോജനമാണ് എന്ന് പറയാണ്. ഗണേശപത്നിയാണ് പുഷ്ടി. നമ്മൾ കേട്ടിട്ടുണ്ട് പുഷ്ടിയുടെ പേര്. പുഷ്ടി ഭൂമിയെല്ലാം പൂജിതയായിട്ടുള്ള ദേവിയാണ്. ആ ദേവിയില്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും പരീക്ഷീണരായി തീരും. മറ്റൊരു പത്നിയാണ് അനന്തൻ്റെ പത്നിയായ തുഷ്ടി. അവളും ഇതേമാതിരി പൂജിതയാണ്, വന്ധ്യതയാണ്. അവളെ കൂടാതെ ഒരിടത്തും ലോകർക്കുമാർക്കും സന്തുഷ്ടി ഉണ്ടാവില്ല. ദേവന്മാരും മനുഷ്യന്മാരും പൂജിക്കുന്ന സമ്പത്തിയാണ്. സമ്പത്ത് തരുന്നവളാണ് ഈശാനപത്നി. അടുത്ത കലാവതാരം. ആ ഈശാനപത്നി ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വത്തിലുള്ള സകലരും ദരിദ്രരായിരിക്കും. എവിടെയും എല്ലാവരും പൂജിക്കുന്നതായിട്ടുള്ള ധൃതിയാണ്